കാലിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മരുന്ന് വാങ്ങി വരാം. അതുവരെ മാഡം ഇവിടെ അടങ്ങിക്കിടക്ക്. ആരതി ഇപ്പോൾ വരും. അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ആരതി വന്നു. ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി. ഇനി നീ കൂടിയേ പറയാനുള്ളൂ. ഒരുത്തൻ ഇപ്പോൾ പറഞ്ഞ് പുറത്തേക്ക് പോയതേ ഉള്ളൂ, ആലീസ് പറഞ്ഞു. അരവിന്ദ്, ആരതി കഴിഞ്ഞാൽ തനിക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. കോളേജിൽ എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരുമാണ്. അവൾ ഓർത്തു. ആദ്യ പോയതിൻ്റെ വിഷമം കുറച്ചെങ്കിലും മാറിയത് അവരെ കണ്ടപ്പോഴാണ്. ഇല്ല, അതങ്ങനെയൊന്നും മാറുന്ന വിഷമമല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആലീസിനെ കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി. ആരതിയോട് തിരക്കിയപ്പോഴാണ് കാര്യങ്ങൾ അരവിന്ദ് അറിയുന്നത്. അവന് ദേഷ്യം വന്നെങ്കിലും ഒന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം ഡിസ്ചാർജായി. കാലുവേദനയുണ്ടെങ്കിലും ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നടക്കാം. ആരതിയുടെ ഫ്ലാറ്റിൽ നിൽക്കാൻ പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. ആലീസിനൊരു ആക്സിഡൻറ്റ് പറ്റി. രാഹുൽ പറഞ്ഞപ്പോൾ അവന് ഹൃദയത്തിൽ എന്തോ തറഞ്ഞു കയറും പോലെ തോന്നി. എപ്പോ? അവൻ ചോദിച്ചു. ഇന്നലെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ, രാഹുൽ പറഞ്ഞു. എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത് നീ കരുതും പോലെ സീരിയസ് ഒന്നും അല്ല. ഇപ്പോൾ ഡിസ്ചാർജായി, രാഹുൽ പറഞ്ഞു. അതൊന്നും എനിക്ക് കേൾക്കണ്ട. നീ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്യും, എനിക്ക് ഉടനെ പോകണം, പറഞ്ഞു. വേണ്ട നീ ഇപ്പോൾ പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ. രാഹുൽ അത് പറഞ്ഞു തീരും മുന്നേ അവൻ്റെ കോളറിന് പിടിച്ചു. നിന്നോട് പറഞ്ഞത് ചെയ്താൽ മതി. ഈ കാര്യത്തിൽ എനിക്ക് ആരുടെയും ഉപദേശം വേണ്ട, മനസ്സിലായോ? ആദിയുടെ ഭാവം കണ്ട് രാഹുൽ ഒന്ന് പരിങ്ങി. അരവിന്ദ്, നീ എന്താ പെട്ടെന്ന് ഇവിടെ? ആലീസ് ചോദിച്ചു. അതോ, എനിക്കിവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് ആദ്യം വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോഴാണ് നീയും ആരതിയും ഇവിടെയാണല്ലോ എന്ന് ഓർത്തത്. അപ്പോഴേ ബാഗ് പാക്ക് ചെയ്തു. അടിച്ചു പൊളിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ദാണ്ട കിടക്കുന്ന ഒരുത്തി കാല് പൊളിക്കും, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. സോറി, അവൾ പറഞ്ഞപ്പോൾ അവനും എന്തോ ഒരു വിഷമം തോന്നി. സാരമില്ല, ഇതിപ്പോൾ 2 വീക്ക് കൊണ്ട് ശരിയാവും. ഇനി നിന്റെ വിശേഷം പറ. ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, അവൻ പറഞ്ഞു. എനിക്കെന്ത് വിശേഷം? ഞാൻ റെസ്റ്റോറൻറ്റ് വിട്ട് എങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞതാ. മുത്തശ്ശൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഇവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് വന്നത്, അവൾ പറഞ്ഞു നിർത്തി. എന്താടി, എന്തു പറ്റി? അവളുടെ മുഖത്തെ വിഷാദം കണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ലടാ, ആ ജോലി പോയി. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും മനസ്സിൽ ആദ്യത്തിന് നിറയുകയായിരുന്നു. അത് മനസ്സിലാക്കി അവൻ അവളുടെ തലയ്ക്കൊന്ന് തട്ടി. പോട്ടടി, നമുക്ക് വേറെ നോക്കാം. എന്ത്? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. ജോലി, അവനൊന്നും അറിയാത്തതുപോലെ പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു. എന്നാൽ ഞാൻ പോട്ടെ. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഡോർ തുറന്നതും മുന്നിൽ കണ്ടത് ആദിയെയാണ്. രൂക്ഷമായൊന്ന് നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ പുറത്തേക്ക് പോയി. ആദ്യ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു കലങ്ങിയ കണ്ണുമായി തന്നെ നോക്കി നിൽക്കുന്ന ആലീസിനെ. കാലിൽ ബാൻഡേഡ് ചുറ്റിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അവളെ കണ്ടപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. അരവിന്ദ് എന്താ ഇവിടെ? അവൻ അവളോട് ചോദിച്ചു. ഇത് ചോദിക്കാനാണോ താനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഇനി മേലാൽ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത്. അല്ലെങ്കിൽ തന്നെ എന്നെ കാണാൻ വരാൻ ഞാൻ തൻ്റെ ആരാ? അവൾ നല്ല ദേഷ്യത്തിലാണ്. അതൊന്നും എനിക്കറിയില്ല. ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കാണാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓടി വന്നതാണ്. നിനക്കൊന്ന് സൂക്ഷിച്ച് നടന്നുകൂടെ കൊച്ചേ? വെറുതെ മനുഷ്യനെ തീറ്റിക്കാൻ, അവൻ പറഞ്ഞു. അപ്പം ഞാനാണ് പ്രശ്നം. ശരി, ഇനി ഞാൻ ചത്താലും തന്നെ അറിയിക്കരുതെന്ന് ആരതിയോട് പറഞ്ഞേക്കാം, പോരെ? പറഞ്ഞു തീർന്നതും ആദ്യം അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. ഇറുകെ പുണർന്നു. ഒരു നിമിഷം അവൾ അവൻ്റെ ചൂട് പറ്റി അങ്ങനെ തന്നെ നിന്നു. കണ്ണുകൾ താനെ അടഞ്ഞു. പതിയെ അവളുടെ കൈകൾ അവനെ ചുറ്റി. അവൻ്റെ കൈകളും അവളെ വരിയാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് സ്വയബോധം വന്നത്. ശക്തിയിൽ അവനെ തള്ളി മാറ്റി. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന ചുണ്ടുകളും കലങ്ങിയ കണ്ണുമായി തന്നെ നോക്കി നിൽക്കുന്ന അവളിലേക്ക് അവൻ മെല്ലെ അടുത്തു. ആദി, വേണ്ട. ചിലമ്പിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞതൊന്നും അവൻ കേൾക്കാൻ ഭാവിച്ചില്ല. പതിയെ കൈകൊണ്ട് അവളുടെ മുഖത്തെ കോരിയെടുത്തു. വിരൽ കൊണ്ട് ചുണ്ടിൽ മെല്ലെ തലോടി. പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കീഴ്ചുണ്ട് ലക്ഷ്യമാക്കി ചലിക്കാൻ തുടങ്ങി. ഒരു നിമിഷം ആ ചുംബനം അവളും ഏറ്റെടുത്തു. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. ആദ്യ സ്വയബോധം തിരിച്ചു കിട്ടിയത് അവനായിരുന്നു. ശക്തിയിൽ അവളെ അടർത്തി മാറ്റി ധൃതിയിൽ നടന്നകലുമ്പോഴും അവളോട് സോറി പറയാൻ അവൻ മറന്നില്ല. അപ്പോഴും താൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന പോലെ അവൻ്റെ തല താണ് തന്നെ ഇരുന്നു. ആലീസിന് പരിസരബോധം വരാൻ പിന്നെയും താമസിച്ചു. പോയോ? അല്ലേലും കിസ് ചെയ്തിട്ട് ഓടിപ്പോകുന്നത് ഇതിയാണ് പതിവ്, ഒരു ചിരിയോടെ അവൾ മനസ്സിലോർത്തു. ആദ്യം അന്ന് തന്നെ തിരിച്ചുപോയി. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ആലീസ് അരവിന്ദ് അവൻ്റെ കമ്പനിയിൽ തന്നെ ഒരു ജോലി റെഡിയാക്കി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കമ്പനിയിൽ വെച്ച് രാഹുലിനെ കണ്ടു. എന്താ രാഹുൽ, ആദ്യം തന്നെയും ഫയർ ചെയ്തോ? ചിരിച്ചുകൊണ്ട് അവൾ രാഹുലിനോട് ചോദിച്ചു. മറുപടി ഞാൻ തന്നാൽ മതിയോ? പരിചയമുള്ള ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. ആദി. പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഡെസ്കിൽ പോയിരുന്നു. ലഞ്ച് ബ്രേക്കിന് അരവിന്ദിനെ കണ്ടപ്പോൾ അവൾ കാര്യം തിരക്കി. അയാൾ ഇവിടുത്തെ പുതിയ GM ആണ്. കുറച്ച് റൂഡാണ്. താൻ അതൊന്നും കാര്യമാക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അവൻ അലസമായി പറഞ്ഞു. ഫുഡ് കഴിച്ചു പോകാൻ നേരം അരവിന്ദ് ആലീസിൻ്റെ കയ്യിൽ മെല്ലെ പിടിച്ചു. അവൾ സംശയത്തോടെ അവനെ നോക്കി. ആലീസ്, എനിക്ക് നീയും ആരതിയും കഴിഞ്ഞ് മറ്റെന്തോ ഉള്ളൂ എന്നറിയാലോ.
അതുകൊണ്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഓടി ഇങ്ങ് പോരെ, കേട്ടല്ലോ. അവൻ പറഞ്ഞതും അവൾ ഉവ്വെന്ന് തലയാട്ടി. അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. ആരതി എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെയാണ് അരവിന്ദും എന്നവൾ ഓർത്തു. ഈവനിങ് നേരെ പോയത് ആരതിയുടെ ഫ്ലാറ്റിലേക്കാണ്. സ്പെയർ കീ വെച്ച് വാതിൽ തുറന്നു നേരെ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി. അപ്പോഴേക്കും ആരതി എത്തി. ചായ കുടിക്കുന്നതിനിടയിൽ ആരതി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവളൊന്നും കേട്ടില്ല. രാവിലെ ആദിയെ കണ്ടതായിരുന്നു മനസ്സിൽ. ആലീസ്, നിനക്ക് ആദി ഇഷ്ടമാണോ? ഓർക്കാപ്പുറത്തായിരുന്നു ആരതിയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ അതേന്ന് ഉത്തരവും കിട്ടി. പറഞ്ഞു കഴിഞ്ഞാണ് അമ്മളി ആലീസിന് മനസ്സിലായത്. അവൾ ആകെ ചൂളിപ്പോയി. ആരതി ഒരു കള്ളച്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിപ്പാണ്. മിണ്ടാപ്പൂച്ച കലോ അടച്ചല്ലോ, എനിക്കപ്പോഴേ തോന്നി, ആരതി പറഞ്ഞു. എനിക്കറിയായിരുന്നു. നീ പറഞ്ഞോ? ആരതി ചോദിച്ചു. അവൾ ഇല്ല എന്ന് തലയാട്ടി. ചെന്ന് പറയടി, അവൾ പറഞ്ഞു. നീ ഒന്ന് പോയേ ആരതി, ആലീസ് ദേഷ്യം അഭിനയിച്ചു. ആ വേണ്ടേ, പോട്ടെ. അല്ലേലും ആ കിളവനെയൊക്കെ ആര് പ്രേമിക്കാനാ? അവൾ ആലീസിനെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിയിട്ട് പറഞ്ഞു. കിളവൻ നിന്നെ മറ്റവൻ. ആലീസ് നല്ലൊരു തൊഴി വെച്ചു കൊടുത്തു. എൻ്റെ ആരതി, നീ ഇനി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട പ്ലീസ്, അവൾ ദയനീയ ഭാവത്തിൽ അവളോട് പറഞ്ഞു. അയ്യോ അരവിന്ദ് ഇനി നിന്നെ ഏട്ടത്തിന്ന് വിളിക്കുമല്ലോ. എൻ്റെ ദൈവമേ, എനിക്കതൊന്നും കാണാൻ വയ്യ. ആരതി പിന്നെയും ചിരിക്കാൻ തുടങ്ങി. അവൻ എന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നേ? നിനക്ക് വട്ടായോ ആരതി? ആലീസിനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതേടി, ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. ആദ്യം അരവിന്ദൻ്റെ ചേട്ടനാണ്, എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബ്രദർ. നിനക്കറിയാമെന്നാണ് ഞാൻ കരുതിയത്. എന്നോട് രാഹുലാണ് പറഞ്ഞത്. നീ ഇനി ഇത് ചോദിക്കാനൊന്നും പോണ്ട. എന്തായാലും ചേട്ടനും അനിയനും കട്ട കലിപ്പിലാണ്. എന്തോ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നാണ് രാഹുൽ പറഞ്ഞത്. എന്തായാലും നീ ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ആരതി പറഞ്ഞപ്പോൾ ആലീസ് കണ്ണും മിഴിച്ചിരുന്നു. ആലീസ്, GM വിളിക്കുന്നുണ്ട്. ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി. ദൈവമേ, കൊല്ലാനാണോ ആലീസ്, GM വിളിക്കുന്നുണ്ട്. ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി. ദൈവമേ, കൊല്ലാനാണോ വളർത്താനാണോ? അതോ ഇനി? അവൾ എന്തോ ഓർത്ത പോലെ ഒന്ന് ചിരിച്ചു. കൊന്നാലും ഉമ്മ വയ്ക്കാൻ ഞാനിനി സമ്മതിക്കില്ല. മനസ്സിലോർത്ത് അവൾ നടന്നു. ഡോറിൽ മുട്ടി അവൾ അകത്ത് കയറി. ഫോണിലായിരുന്നു ആദി. കൈകൊണ്ടിരിക്കാൻ ആംഗ്യം കാണിച്ചപ്പോൾ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് കോൾ കട്ട് ചെയ്തിട്ടും അവൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ തന്നെ സംസാരിക്കാൻ തുടങ്ങി. ആദി, എന്നെ എന്തിനാ വിളിച്ചത്? വർക്ക് തരാനാണെങ്കിൽ മെയിൽ ചെയ്യാമോ? അവനൊന്ന് മൂളി. എന്നാൽ ഞാൻ പൊക്കോട്ടെ, പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് അവൾ എഴുന്നേറ്റു. അവൻ മുഖം ഉയർത്തി ഒന്ന് നോക്കി.